അപ്പൊ കോളേജിൽ വന്നപ്പോ തന്നെ NSSന്റെ കണ്ണ് പരിശോധന ക്യാമ്പ് കേട്ടപ്പോ വന്നതാട്ടാ. അനന്തോന്റെ സ്ഥിരം പരിപാടി തിരക്കോപനിച്ച് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആസ് യൂഷ്വൽ പരിപാടി NSS ഗീതൊക്കെ പണി നമ്മൾ തുടങ്ങിയിട്ടാ. പിള്ളേർ ചറവറാന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു. ഇവന്മാരെ പോലെ വെറുതെ ഇരുന്നപ്പോഴാണ് ഒരു കുട്ടി പറഞ്ഞത് വരി ഇരിക്കണെന്ന്. അങ്ങനെ വരിയിലൊക്കെ ഇരുന്ന് ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്തുട്ടാ. ആ ചേച്ചിക്ക് എന്റെ കണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. അപ്പോഴാണ് ഞാൻ ഡീസോൺ കബഡിയുടെ കാര്യം ഓർത്തത്. ഞാൻ വേഗം പോയി എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ച് പ്രിൻസിപ്പലിന്റെ അടുത്ത് അറ്റസ്റ്റ് ചെയ്ത് ഇവന്മാരോട് ഇപ്പൊ സംസാരിച്ചിരിക്കുമ്പോണ്ട് ദേ പാർട്ടിക്കാർ പോണ്. ഇവനോട് ചോദിച്ചപ്പോ അവർ കൊമേഴ്സ് ബ്ലോക്കിലേക്ക് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊമേഴ്സ് ബ്ലോക്കിൽ എത്തി ക്യാമ്പയിന് കയറിയിട്ടാ. അങ്ങനെ വീണ്ടും ക്യാമ്പസിൽ ഇലക്ഷൻ വരാൻ പോവാണ്. അതിന്റെ പ്രിപ്പറേഷൻസ് ആണ് ഇതൊക്കെ. ഇനിയിപ്പോ ഓരോ ദിവസം കോളേജിൽ ഓരോ പരിപാടികളായിരിക്കും. എന്റെ വിശ്വാസം SFI തന്നെ ജയിക്കുന്നുണ്ടാ. കാരണം വേറെ പാർട്ടിക്കാരൊക്കെ ഇലക്ഷന്റെ ടൈമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുട്ടാച്ചുനെ വെറിയും കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവരെ കണ്ടത്. അങ്ങനെ കുറച്ചേരം അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ച് 5ന്റെ വൈകുന്നേരം കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾക്കാരെ കുറെ നടത്തും. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോ SFI കാര് നടത്താൻ ഫ്ലാഷ് മോബ് ഉണ്ട് ഇത്രേ. ഞാൻ പറഞ്ഞ പോലെ പരിപാടികൾക്ക് ഇനി ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഇലക്ഷനായി ആ ക്യാമ്പസിന് വേറൊരു മുഖാണ്. ഇങ്ങനത്തെ പല മുഖങ്ങളും കണ്ടി വരും.